ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നതാണ് മൈൻക്രാഫ്റ്റ് എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഗൈസ്. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക ഗൈസ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മളിന്ന് വെറുതെ വന്നിരിക്കല്ലേ ഗൈസ്. നമ്മളിന്നൊരു ഗോൾ നമ്മുടെ മനസ്സിൽ വെച്ചോണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു വീട് പണിയും ഗൈസ്. ഒരു വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയൊരു വീട് നമ്മളിന്ന് പണിയുന്നതായിരിക്കും. ഓക്കെ, അത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അതിനുള്ള വുഡ് സ്റ്റോണൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പണിയായിട്ട് പോകണം ഗൈസ്. ഓ ഗൈസ്, നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റൊക്കെ എടുത്ത് മാറ്റി ഇവിടെ നമ്മുടെ സ്റ്റോൺ പ്ലേസ് ചെയ്യണം ഗൈസ്. എന്നാലും നമുക്കിനി അത് കുറച്ച് ചെയ്യാനുണ്ട് ഗൈസ്. നമ്മളിത് പണിയാൻ വേണ്ടി ഏതാണ്ട് ഒരു സ്റ്റാക്ക് മരം, 2.5 സ്റ്റാക്ക് കൊബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ ഇതെല്ലാം മാറ്റിയിട്ട് വെച്ചിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഡേറ്റ് ഫുള്ള് മാറ്റി കൊബിൾ സ്റ്റോൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്യണം ഗൈസ്. നമ്മൾ 2-4 സൈഡിലും നമ്മുടെ വുഡ് വെച്ചാണ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കാണാം ഗൈസ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. ഇവിടെ ഫുൾ സ്റ്റോൺ വെക്കണം, അതാണ് സ്ഥലത്തോട്ടാക്കുക. നമുക്ക് എന്തായാലും അത് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മളെ കുറച്ച് സ്റ്റോൺ മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ടില്ല, ബാക്കി വെക്കാനുണ്ട്. നമുക്ക് എന്തായാലും അതോടെ വെക്കണം ഗൈസ്. ഓക്കെ, അതിൻ്റെ ചെറിയൊരു ടൈം ലാപ്സിനായിട്ട് ഇടാം ഗൈസ്. അത് നിങ്ങൾക്ക് ഒന്നും കണ്ടിട്ട് പോവാം. ഓക്കെ, നമ്മളതും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് താഴെ ചാടാം ഗൈസ്. ഓക്കെ, നമ്മുടെ വീടിൻ്റെ പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. പകുതി 50-50 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് ഗൈസ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം നൈറ്റ് ആയി തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബെഡ് എടുത്ത് വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. മഴയായതുകൊണ്ടൊന്നും കാണാൻ നോക്കുന്നില്ല. ഓക്കെ, നൈറ്റല്ല ഗൈസ്. എന്തായാലും നമുക്ക് ബെഡ് ഇത് കളർ ഇത് പച്ചയാ. ഓക്കെ, നമ്മുടെ ബെഡ് എടുത്തുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അവിടെ കാണാൻ വെച്ച് കിടന്നുറങ്ങാം ഗൈസ്. അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് നൈറ്റായി നമുക്ക് അറിയാകത്തില്ല. ഓക്കെ, നമുക്കെന്തെങ്കിലും അവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം ഗൈസ്, ബെഡ് കൊണ്ട് വെച്ചിട്ട്. ഓക്കെ, ഇനി വീട്ടിൽ കുറച്ച് പണി നമുക്കിനി ചെയ്ത് തീർക്കാനായിട്ടുണ്ട് ഗൈസ്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നമ്മുടെ ഈ സ്റ്റേഴ്സ് എല്ലാം വെക്കണം ഗൈസ്. ഡോർ വയ്ക്കാനുള്ള സ്ഥലം നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ഗൈസ്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് 1.60 ഗൈസ്. 1.60.5 അതിലാണ്ട് നമ്മൾ കളിക്കുന്നത്. കാരണം ചുമ്മാ വെറുതെ ഒന്ന് കളിക്കുന്നേ ഉള്ളൂ ഗൈസ്. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് പേരുണ്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വുഡ് എടുത്ത് നമ്മൾ പ്ലാങ്ക്സ് ആക്കുക. പ്ലാങ്ക് എടുത്ത് നമ്മൾ സ്റ്റേഴ്സ് ഉണ്ടാക്കണം ഗൈസ്. എന്നിട്ട് വീടിന് ചുറ്റും നമ്മൾ ഓടി നടന്ന് വെക്കാനായിട്ട് പോകണം. ഓക്കെ, പ്ലാങ്ക്സ് റെഡി, നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെച്ച് തുടങ്ങാം ഇനി. ഓക്കെ, നൈറ്റ് ആയെന്ന് തോന്നുന്നു, അറിയാൻ നോക്കുന്നില്ല. മഴ നൈറ്റ് ആയതുമില്ല. ഇനി വെച്ച് തുടങ്ങാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ നോർമലായിട്ട് വെക്കുന്ന കണക്ക് വെച്ച് പോവാം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ കുട്ടി. ഓക്കെ, ഇതാണ് ഗൈസ്. ഇത് വെക്കാനാണ് പാട്, വേറൊരു കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ഇത് ഇനി ബോറായിരിക്കും. നിങ്ങളെന്തായാലും വെച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ വീടിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഡോർ ഉൾപ്പെടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഡോറും വെച്ച് സ്റ്റേഴ്സും വെച്ച് നമ്മളെല്ലാ പരിപാടിയും ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയും കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് കണ്ട ഡോറ്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് പറ്റിയായിരുന്നു ഗൈസ്. ഡോറെടുത്ത് ഇവിടെ നിന്ന് വെച്ചാൽ എൻ്റെ കറക്റ്റ് ഫ്രണ്ട് വെച്ച് ഞാൻ വെച്ച് ഡോറ് ശരിക്കുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒന്നും വെച്ചിട്ടില്ല. അത് നമുക്കിനി വെക്കണം. നമ്മുടെ സമയം കിട്ടിയില്ല. എന്തായാലും ഞാൻ ചെയ്തോളാം. അത് ഇനി എത്ര സ്റ്റോൺ നമ്മൾ കുറച്ച് 27 ഉള്ളൂ ഗൈസ്. നമുക്ക് അതെടുത്ത് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം ഇവിടെ ആയിട്ട്. അറ്റത്തുനിന്നേ ചെയ്ത് തുടങ്ങാം ഗൈസ്. ഓക്കെ, നിങ്ങൾ കുറേ പേര് പറഞ്ഞു ഗൈസ് മൈൻക്രാഫ്റ്റ് കളിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. ഇതിൽ കളിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ PC-യിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണെങ്കിൽ മൗസില്ല ഗൈസ്. മൗസില്ലാതെ കളിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കളിക്കണം ഇത്ര കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ എല്ലാം തീർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീടിൻ്റെ പണി ഏതാണ്ടല്ല ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ കഴിഞ്ഞു ഗൈസ്. ഓക്കെ, എനിക്ക് വീടുണ്ടാക്കാൻ അറിയാണ്ടല്ല ഗൈസ്. എനിക്ക് നല്ല വീടൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഞാൻ മൊബൈലിൽ കളിച്ചിട്ടേ ശീലമില്ല, അതുകൊണ്ടാണ് ഞാൻ കളിക്കാത്തത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് നല്ല വീടൊക്കെ വെക്കാം ഗൈസ്. എന്തായാലും അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങിന് പോകുന്നതായിരിക്കും ഗൈസ്. മൈനിങ് ആണ് അടുത്ത എപ്പിസോഡിൽ ഫുള്ള്. ഓക്കെ, എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ വീഡിയോസ് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ വില്ലേജ് ഫുള്ളൊന്നും ലൂട്ട് അടിച്ചില്ല. നമ്മൾ ഇഷ്ടംപോലെ നല്ല ലൂട്ട് അടിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഹേബൽസൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കുറേ വെയിറ്റ് എടുത്തിരുന്ന നമ്മളെന്തായാലും നമുക്ക് കുറേ സീറ്റുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ളൊന്ന് പ്ലേസ് ചെയ്യാം.
എടുത്തിട്ട് മാത്രം പോരല്ലേ, നമുക്ക് നാളത്തെയും കൂടെ ചെയ്യേണ്ട ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും ഇനിയൊരു അടുത്ത എപ്പിസോഡ് കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്തായാലും സബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഗൈസ്. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.